ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ഡ്രാഗൺ. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രദീപ് രംഗനാഥൻ, കയാദ് ലോഹർ, പിന്നെ അനുപമ പരമേശ്വരൻ, മിസ്കിൻ, ജോർജ് മറിയം, പിന്നെ ഗൗതം വാസുദേവ് മേനോൻ, ഇവാൻ ആസ് എ കെമിയോ, പിന്നെ സ്നേഹ ആസ് എ കെമിയോ, പിന്നെ അശ്വത്ത് മാരിമുത്തു മീൻസിൻ്റെ ഡയറക്ടർ എന്നാണ് അങ്ങ് എഴുതിയത്. അറിയിക്കാൻ ചെയ്തിട്ടുണ്ട്. വേറെ ആരും എനിക്ക് ഈ പടത്തിൽ അഭിനയിച്ചവർ ആരായിട്ട് ആരും അറിഞ്ഞൂടാ, പേരറിഞ്ഞൂടാ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ കെ എസ് രവികുമാറുണ്ട്. എന്തെങ്കിലും പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, അശ്വിൻ മാരിമുത്തുവാണ് അശ്വത്ത് മാരിമുത്തുവാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മീൻസ് ഓമൈ കടുവള എന്ന് പറയുന്ന സിനിമയുണ്ട്, അശോക് സെൽവൻ എൻ്റെ ഡയറക്ടറാണ്. ഞാൻ അശോക് സെൽവൻ്റെ ആദ്യമായിട്ട് കണ്ട സിനിമ അത് തന്നെയാണ്. അതുകൊണ്ട് അപ്പം എൻ്റെ ഡയറക്ടറാണ്. പിന്നെ മ്യൂസിക് ചെയ്തിരുന്നത് ലിയോൺ ജെയിംസ് ആണ്. മീൻസ് ഓമൈ കടുവളയുടെ അല്ല, അതേ മ്യൂസിക് ഡയറക്ടർ. സഭാനായകൻ എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ അതേ മ്യൂസിക് ഡയറക്ടർ ചെയ്തത്. അത് പൊളിപ്പാടുമാണ്. നിങ്ങൾ കാണാത്തതാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. അത് അശോക് സെൽവനായിരുന്നു മറ്റു നായകൻ. അതും തൊട്ട് ഇനി അങ്ങേർട്ട് ഇനി വരാൻ പോണ കോട്ടെ അങ്ങനെ എന്തൊരു പറഞ്ഞിട്ട് ഒരു തെലുങ്ക് സിനിമ പറഞ്ഞിട്ടുണ്ട്, സുധീറിൻ്റെ ആനന്ദ് എന്ന് പറഞ്ഞിട്ട് ഒരു നടനുണ്ട്. പക്ഷേ പോളിൻ സഹസ്ര എന്ന സിനിമ ഞാൻ ഇപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യണം, അതൊന്ന് കണ്ടില്ല. അത് തൊട്ട് ഈ പടത്തിലോട്ട് കിടക്കാം. ഈ പടം ഞാൻ കാണാൻ പോയത് PVR ഫോറം എന്നുള്ളതാണ്. 10 മണിക്കുണ്ട് ആയിരുന്നു സിനിമ ഷോ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടു, പൊളിപ്പടം. എൻ്റെ പ്രദീപണ്ണൻ്റെ രണ്ടാമത്തെ നായകൻ പടമാണ് ഇത്. ആദ്യത്തെ ലവ് ടുഡേ ഞാൻ പറയേണ്ടത്, ഞാൻ തിയേറ്ററിൽ പോയി കാണാത്തതിന് ശേഷം എനിക്ക് ഞാൻ ഒരു ഹൈപ്പില്ലാത്ത സിനിമയായിരുന്നു അത് ഒന്ന്. പിന്നെ അത് കണ്ടപ്പോൾ ഐ വാസ് സർപ്രൈസ്ഡ് ലോട്ട് ഓഫ് എന്ന് പറയിച്ചൊരു സംഭവമായിരുന്നു സിനിമ. ഈ പടത്തിൽ ഹൈപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കണ്ടത്. പടം ഹൈപ്പിനനുസരിച്ച് നല്ലോണം തന്നിട്ടുണ്ട് എന്നാണ് എനിക്കൊരു ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻ ഞങ്ങൾ പറയുക. പിന്നെ പെർഫോമൻസ് വൈസ് നല്ലൊരു സിനിമയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ലാഗും ഇല്ലാതെ കൊണ്ടുവന്നല്ല, അതില്ലാണ് ഞാൻ നല്ലത് പറയുന്നത്. മീൻസ് ഒരു എന്താ പറയുക, ബഹുമാനിച്ചിരിക്കുന്നു. അശ്വത്തണ്ണ നിങ്ങൾ സ്റ്റോറിയൊന്നും ഇല്ല, സ്റ്റോറി എന്ന് പറയണത് ഞാനൊന്നും പറയണില്ല. അത് നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കുമല്ലോ, അതൊന്നും പറയുന്നില്ല. ഇതെല്ലാം സൂപ്പർ സ്റ്റോറി, പിന്നെ സൂപ്പർ സ്ക്രീൻ പ്ലേ, വിഷ്വൽസും ആർട്ടാണെങ്കിലും എല്ലാം. ഫൈറ്റ് സീക്വൻസ് ആരാ ചെയ്ത് എനിക്ക് അറിഞ്ഞോട്ടത്. അയാളെ ഞാൻ പ്രത്യേകിച്ച് കൈ കൂട്ടി നമസ്കരിച്ചിരുന്നു. അങ്ങേരുടെ ബെസ്റ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തിരോട്ട് പിന്നെ കോളേജ് പോർഷനൊക്കെ പൊളിച്ചടുക്കുക പ്രതിഭട്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇനി വരാൻ പോണ LIK അത് വിഘ്നേശ്വരനാണ്. അല്ലാത്ത ഹൈപ്പ് ഉണ്ടായിരുന്ന ഇതിലാണ്. സ്വന്തം സത്യമാണ്. LIKയിൽ ഹൈപ്പ് ഉണ്ടാകാൻ കാരണം ഒന്ന് പ്രദീപാണ് നായിക കൃതി ശക്തിയാണ്. വില്ലൻ നമ്മുടെ എന്തോ SJ സൂര്യയാണ്. ശരിയാക്കി എന്തോ ആയിട്ട് നയൻതാരയുണ്ട്. പിന്നെ മ്യൂസിക് ഡയറക്ടർ അറിയാമല്ലോ അനിരുദ്ധാണ്. പക്ഷെ വിഘ്നേഷ് ശിവനാന്നുള്ള ഹൈപ്പില്ല, അതുകൊണ്ട് ഇതിനായിരുന്നു ഒരു ഹൈപ്പ്. കാരണം ഓമകട്ടുള്ള ഡയറക്ടറാണ്, പ്രദീപാണ് നായകൻ. പിന്നെ അനുപമ പരമേശ്വരൻ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ മിസ്കിന്നുണ്ട്. പിന്നെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഡോണിൻ്റെ ഒരു വൈബ് വന്നിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഡോണിൻ്റെ ഒരു വൈബ് ഉണ്ടായിരുന്നു സിനിമയിൽ. എന്നാൽ പിന്നീട് ഇത് ഡോൺ അല്ല എന്നെനിക്ക് മനസ്സിലായി. എന്നാലും ഐ വാസ് സർപ്രൈസ്ഡ് ആണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളൊന്ന് പറയാം. എന്തായാലും ഐ ലവ് ദിസ് മൂവി. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കണം. ചിരിച്ച് പണ്ടാറടങ്ങും അമ്മാതിരി കോമഡി പടമാണ്. മീൻസ് യങ്സ്റ്റേഴ്സിനാണ് ഒരു മാച്ച് ശ്രമിച്ചിരിക്കുന്നത്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. അത് മീൻസ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഐ വാസ് ഹാപ്പി. ആൻഡ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തത് കൽപ്പതി അഗോരാമാട്ടെ. മീൻസ് അറിയാമല്ലോ, അഗോട്ടിൻ്റെ പ്രൊഡ്യൂസറാണ്.
അയ്യോ ഗോട്ട് ഒരു ആവറേജ് ആയത് ഭാഗ്യമില്ലായിരുന്നെങ്കിൽ 400 കോടി 450 കോടി. എടാ എനിക്ക് അത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഗോട്ട് സിനിമയ്ക്ക് ബഡ്ജറ്റ് 400 കോടിയാണ്, അല്ലാതെ 300 കോടിയൊന്നുമല്ല. എന്തൊന്ന് നിങ്ങളെന്ത് പറഞ്ഞില്ല, എന്ത് ഹിറ്റാണെന്ന്. എടേ ഒരു കാര്യം പറയട്ടെ, ഇത് ഇവിടെ പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചത്, വേറൊരു വീഡിയോയിൽ പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്താട്ടെ എന്നാലും ഞാൻ ഇപ്പോൾ പറഞ്ഞു പോണേണ്. എന്താണെന്ന് വെച്ചാൽ ഗോട്ടിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 400 കോടിയാണ്. അതിൽ വിജയ് ഈ എന്തോ 100 കോടി എന്തോ വാങ്ങിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ അതിൻ്റെ കളക്ഷൻ 455 കോടിയാണ്, അല്ലാതെ 600 കോടിയൊന്നുമല്ല ആവറേജ് ഇട്ടടിക്കുക. എടെ ഒരു 400 കോടി ബഡ്ജറ്റുള്ള ഒരു സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു 600 കോടി, എത്ര 600 crores എങ്കിലും അടിച്ചാൽ മാത്രമേ അത് ജയിക്കുള്ളൂ. അല്ല ഒരു ആവറേജ് ഇട്ടെങ്കിലും അടിക്കുള്ളൂ. 800 കോടി എന്തോ അടിക്കണം ഹിറ്റാവണമെങ്കിൽ. അപ്പോൾ ഈ 455 കോടി അടിച്ചപ്പോൾ എല്ലാം ഒരു ഹിറ്റായി എന്നും പറഞ്ഞുകൊണ്ട് എന്താ ഫൈനൽ കളക്ഷൻ എന്തോ 455 കോടിയാണ് എന്തോ കിട്ടിയിട്ടുള്ളൂ സിനിമയ്ക്ക്. അത്രയും കിട്ടിയപ്പോൾ പടം ഹിറ്റായി ആഘോഷിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അത് കണക്ക് വിജയ് ഫാൻസ് സോറി, എനിക്ക് തമിഴിൽ എനിക്ക് ഇഷ്ടമുള്ള ആക്ടർ വിജയ് ആണ്, എന്നാലും ഇത് പറയുന്നതിന് എനിക്ക് വിഷമമുണ്ട്. അത് സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതൊന്നാമത്തേത് അയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഡെൽറ്റ വിസ്കസ്.